Hello everyone, welcome back to another video on my YouTube channel. So today it is going to be the last vlog of this semester because I remember 3-4 months back ഞാനൊരു വ്ളോഗുമായിട്ട് വന്നു ദാറ്റ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദി സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അതേ ഒരു ഉന്മേഷത്തിൽ ലാസ്റ്റ് വ്ളോഗ് ഓഫ് ദി സെമസ്റ്റർ എന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. എന്ത് പെട്ടെന്ന് സമയം പോയെന്ന് എനിക്കറിയത്തില്ല. ടുഡേ ഈസ് 24th May 2024 and our exams are gonna start from 28th. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. 28 തൊട്ട് എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ June 11th വരെ എക്സാം കാണും. സോ ഒരു 4-5 മാസം ഒരു സെമസ്റ്റർ എന്ത് പെട്ടെന്ന് പോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഈ ഒരു സെമസ്റ്ററിൻ്റെ കുറേ കാര്യങ്ങളും എല്ലാ മീറ്റിങ്സ് ആൻഡ് എവറിത്തിങ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഒരു 3 ദിവസം ഇരുന്ന് തകർത്ത് പിടിക്കും. 3 ദിവസം തന്നെയല്ല, ഇനി വരുന്ന ദിവസം 11th of June വരെ നമ്മൾ ആ ഒരു എക്സാം ബേസിലേക്ക് ഓൾറെഡി നമ്മൾ കടന്നു കഴിഞ്ഞു. ബിക്കോസ് ഫ്രം ലാസ്റ്റ് വീക്ക് നമ്മൾ പഠിച്ച് ഭയങ്കര പഠിത്തം തന്നെയാണ്, പാസ്സാവണ്ടേ. അപ്പം ഇപ്പോൾ ഒരു 8-10 ആയി. ബിക്കോസ് ഇന്നലെ നമ്മൾ കിടന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ പഠിത്തം ഇച്ചിരി കൂടിയതുകൊണ്ടാണ്, പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. 8-10 ആയി. അപ്പോൾ ഇപ്പോൾ കോളേജിൽ പോയാൽ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദി സെമസ്റ്റർ. ഐ കാൺട്ട് അഫോർഡ് ലൂസിങ് ആൻ അറ്റൻഡൻസ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അറ്റൻഡൻസിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഓക്കെ, സോ അത് ഇച്ചിരി സർപ്രൈസ്, എനിക്ക് സർപ്രൈസ്, നിങ്ങൾക്ക് സർപ്രൈസ് ആവാം. അപ്പോൾ കോളേജിൽ പോയിട്ട് ഞാൻ ബാക്കിയൊക്കെ കാണിച്ചു തരാം. എല്ലാവരും ഒക്കെ ഇപ്പോൾ വരാൻ സമയമായി. ഓക്കെ, സോ ലാസ്റ്റ് ഡേ ഓഫ് ദി സെമസ്റ്ററിലെ ഫസ്റ്റ് പീരീഡിന് ശേഷം 9:20 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ആക്ച്വലി 9:20 ആയില്ല തോന്നല്ലേ, പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നു സിലബസിലായിട്ട്. Sorting it out midterm. Yeah, because we'll have no point writing it down. Because it's a never ending story, bro. അത് എഴുതി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എഴുതി പഠിക്കുന്നതാണ് ഞങ്ങളുടെ യൂഷ്വലി ഉള്ള സ്വഭാവം. But we have to change our character. We'll next semester. Next semester से change कर दो. Good morning, ma'am. Okay, ground floor. तो कैंटीन പോയി വെള്ളം കഴിക്കുന്ന കാണിക്കാം. ഇത് ആക്ച്വലി കള്ളത്തരവാ. വിളമ്പാൻ ആരും ഇല്ലാഞ്ഞപ്പോൾ ഷനാസ് തന്നെ കയറി എടുക്കുന്നു. We are enjoying our last session. അതുകൊണ്ടാണ് ഇന്ന് ബാക്ക് ബെഞ്ച് വന്നിരുന്നത്. ഇതുപോലെ ഒരു അവസരം വേറെ കിട്ടത്തില്ല അല്ലേ ഷന? We are actually sorting out our notes. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ പോയി എടുക്കണം. എന്താ പോലും കാണിച്ചാൽ കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ നോട്ട്സൊക്കെ ഉണ്ടാക്കുവാണ്. ഇതിൻ്റെ ഒക്കെ പ്രിൻ്റ് ഔട്ട് ഞങ്ങൾ ഇനി പോയി എടുക്കും. അല്ല അശ്വിൻ, എന്താ ചെയ്ത് കളിക്കുവാണോ? ഇങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് നമ്മുടെ കോളേജിൽ. പക്ഷെ ഇവൻ ലാസ്റ്റ് മിനിറ്റ് ഇരുന്ന് പഠിക്കും കേട്ടോ. എന്താണോ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. രഞ്ജിതാണ് നെക്സ്റ്റ് പോകുന്നത്. ഈസ് റെഡി ഓൺലി. നെക്സ്റ്റ് അശ്വിൻ അത് കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് ഈസ് ആർ അശ്വിൻ. Sorry, bro. Like last time, we were able to make a good discussion with Sanjay sir, Chetan sir. We didn't have to take 9 minutes. We together as a batch were able to pull it off. Louder. So next time.
we heard Sudhi ma'am is also trying to come on a class teacher. They want to come and teach us. So we should work further to get a good impression like that. So as a batch, we should go forward like that. Next is Shanaz. Shanaz. Ashwini ശരിങ്ങളെ നീങ്ങിരുന്നേ. Apart from that, I managed to get it quite that dark about my phone and laptop. Our class is very good. We are very quiet also. तू जा मैं कहाँ जाऊँ प्रीति क्या थोड़ा सा सेल्फी के साथ भाई देखो पूरे ये भाई लास्ट ईयर नहीं है लास्ट ईयर नहीं है भाई और 2 सेमेस्टर बाकी है दो नहीं 4 സോ ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയി 12:30 ആയി. ദാറ്റ് മീൻസ് അപ്പം നമുക്ക് ഇപ്പം ഈ സെമസ്റ്ററിൻ്റെ SWയുടെയും അതുപോലെ തന്നെ SBA മറ്റ് കമ്മിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആനുവൽ ഫോട്ടോഷൂട്ട് ആക്ച്വലി എനിക്കൊന്ന് സെം വൈസ് ആണ് ആനുവൽ ഇയർലി ആണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ വി ഹാഡ് ദാറ്റ് ഓൾറെഡി ആൻഡ് നൗ വി ആർ ലെഫ്റ്റ് വിത്ത് ദിസ് വിമൻ എംപവർമെൻറ്റ് സെൽസ് ഫോട്ടോഷൂട്ട്. അത് തുടങ്ങിയത് തന്നെ ഈ സെമസ്റ്ററിലാണ്, ഈ അക്കാഡമിക് ഇയറിലല്ല. സോ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ മൈ ഫോൺ ഗോട്ട് സം പ്രോബ്ലംസ് സോ ദാറ്റ് ഐ കുഡൻറ്റ് ഷോ യു ഗൈസ് ദി ഇവൻറ്റ്സ് ദാറ്റ് വി കോണ്ടാക്റ്റഡ് ഓർഗനൈസ്ഡ് ഹിയർ. അപ്പം എന്തുകൊണ്ട് ഈ സെല്ലിൻ്റെ ഇതും ഫോട്ടോഷൂട്ട് ഉണ്ടായാൽ നമ്മൾ സെൻട്രൽ ബ്ലോക്ക് റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുവാണ്. സോ yeah, within 10 minutes we'll have the photo shoot, and after that I'll have lunch, then I'll see what else to do. Okay, I'll show you. We have another meeting. ഈ ഒരു വീഡിയോയിലും കൂടെ അത് പറയണം, ഈ ഒരു വീഡിയോ വഴി എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ദാറ്റ് വി ആർ ഓർഗനൈസിങ് എ മെഗാ ഇവൻറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേറെ വീഡിയോ പറയാമല്ലേ? ഓക്കെ. അപ്പം ഇന്ന് അതിൻ്റെ കുറേ നാളായിട്ട് മീറ്റിങ്സ് ആർ ഹാപ്പനിങ്. അപ്പം 1 മണിയായി, ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ആ മീറ്റിങ്ങിലൂടെ പറഞ്ഞ് പോയിരുന്നിട്ട് വരാം. വെയിറ്റിംഗ് ദർ ആർ ഓൾറെഡി ഹാവ് സ്റ്റാർട്ടഡ് ദ മീറ്റിംഗ് ഓവർ ദർ. ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് വരാം. ഓക്കെ. Belated happy birthday channel. Belated happy birthday Karina. Karina is back. Karina Mumbai la. Welcome back to my channel. Mary എന്നെ അതെ, കരീന ചുമ്മാ കണ്ടുമുട്ടിയതേ ഉള്ളൂ. കരീന മുംബൈയിലായിരുന്നു, പഠിക്കാൻ വേണ്ടി വീട്ടിൽ പോയതാ അല്ലായിരുന്നു? അതെ പഠിച്ചു. ഇന്നോട്ട് എക്സാം ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ സെമസ്റ്ററിന്റെ. കൺഗ്രാറ്റുലേഷൻസ് മാഡം. എക്സാം ആണല്ലേ? Exam ഒക്കെ. 23 നോ? ഓൾഡ് ആയിടാ. എല്ലാരും ഓൾഡാടാ, ഞാൻ ഓൾഡ് തന്നെ. ശരി, അപ്പൊ കാണാം. അപ്പൊ ഈവനിങ് കാണാം. ഇന്ന് ഈവനിങ് കാണാം. അവിടെ നിൽക്കുന്നേ. So our classes are done for today. Not today, but for this semester. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പ്രിൻ്റ് ഔട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ രാവിലെ, സ്റ്റഡി നോട്ട്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. സ്റ്റഡി നോട്ട്സ് എല്ലാം എടുത്തിട്ട് ഞാൻ മാർക്കറ്റിൽ വന്നു. കാണിച്ചു തരാം എൻ്റെ കൂട്ടുകാരെ. We are getting stuff. എന്താ സാധനം ഒക്കെ അവർ മേടിക്കുന്നു. അതിനിടയ്ക്ക് ഇന്ന് വ്ളോഗിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ബർത്ത്ഡേ ട്രീറ്റ് ഒന്ന്. അത് ഞങ്ങളങ്ങ് കാര്യമായിട്ട് എടുത്തു. ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ടുഡേ ദെൻ ഇറ്റ് വോണ്ട് ഹാപ്പൻ. വണ്ടി ഇടിച്ച് ചാവുമ്പോൾ അവർ നോക്കുമ്പോൾ ക്യാമറ എൻ്റെ പെണ്ണ് പശു പോത്ത് ഇവിടെ എല്ലാം ഉണ്ട് അല്ലേ? അതെ, പോയി കുറച്ച് റോം ഒക്കെ ചെയ്തിട്ട് എനിക്ക് 8 മണി തൊട്ട് പഠിക്കാനിരിക്കണം. 8 മണിയല്ലേ? 8 മണി നമുക്ക് പഠിക്കാൻ പോവാം. കരീന ലുക്ക് സോ സുന്ദരി. ഞാൻ ഫോമൽസ് ഒക്കെ ഇട്ടുകൊണ്ട് മാർക്കറ്റിൽ നടക്കുന്നു. നോക്കിയേ, ഞാൻ 11 മണിക്ക് ഇവിടെ ഫോമൽസ് ഇട്ടുകൊണ്ടാണ് വരാറ്. അതെ, ഇത് നിന്റെ പരോല വരുന്നത്. പോടോ.
ഓക്കെ ലേക്ക് സൈഡിൽ പോകാം. എന്നിട്ട് ഇവരെ ബാക്കി കാണിച്ചു കൊടുക്കുക. ലേക്ക് സൈഡ് കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഒത്തിരി. ആഹാ, നമ്മൾ എത്ര മണിക്ക് കഴിക്കും? ഒരു 7 മണി ആകുമ്പോഴേക്കും കഴിക്കാം. ഓക്കെ 7-7:30 ആകുമ്പോൾ 7:30 എനിക്ക് 8 മണിക്ക് വീട്ടിൽ എത്തണം. അത് നീ എത്തും എത്തിക്കോളും. സോ ബാഡ് മലയാളം വീഡിയോ. ഓഡിയോ മീൻ അത്രയും പ്രാക്ടീസ് ഒന്നും ഇല്ല എനിക്ക് കേട്ടോ. പക്ഷെ ഞാൻ എന്റെ ബർത്ത്ഡേ ഫുൾ വ്ളോഗിങ് മലയാളം ചെയ്ത് ഓൾമോസ്റ്റ് ഏകദേശം. യെസ്. ഓക്കെ ലേക്ക് സൈഡിൽ പോവാം ഞങ്ങൾ. ഓക്കെ സോ ഞങ്ങൾ കരീന പറഞ്ഞ പോലെ ഡിന്നർ കഴിക്കാൻ സമയമായില്ല. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചു. ലേക്ക് സൈഡിൽ വന്നതാണ് ഐസ്ക്രീമും കൊണ്ട്. ഞാനൊക്കെ കരീന ഒരു വ്ളോഗറാണ്. കരീന വ്ളോഗറാണ്, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കരീന എനിക്ക് മരുന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാ ഞാൻ കുറച്ചുകൂടെ വ്ളോഗിങ് അങ്ങനെ തുടങ്ങി. വാസ്തവം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ മലയാളത്തിലൊക്കെ വ്ളോഗ് ചെയ്യും. ഇപ്പൊ മലയാളം, ഹിന്ദിയും തമിഴും ഒക്കെ ഹിന്ദി തമിഴിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ ലിറ്റിൽ മോർ മലയാളം ഫ്രം മെറിൻ ഇൻസ്പിറേഷൻ. നമ്മുടെ ചാനലിൽ എല്ലാ ലാംഗ്വേജും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ എല്ലാ ലാംഗ്വേജും ഉണ്ട്. ഈ സമയം നല്ല രസമുണ്ട്. ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുക. നല്ല ഭംഗിയുണ്ട് ലേക്ക് സൈഡ് കാണാൻ. കണ്ടടാ. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയി ഡിന്നർ കഴിക്കാം. മനസ്സിലാവത്തതേ ഇല്ല വ്ളോഗിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുവാണെന്ന്. ഇതാണ് ലേക്ക് സൈഡിൻ്റെ ഒരു നല്ല സ്പോട്ട്. ഇത് B ബ്ലോക്ക്, ഇത് D ബ്ലോക്ക്, സോറി അത് C, D, ആ കാണുന്ന E1, E2, E3, E5 തുടങ്ങി I ബ്ലോക്ക് വരെ ചെന്നെത്തും. അല്ലേ കറി ആണല്ലോ മെറീനൊക്കെ അങ്ങോട്ട് നടന്ന് അവിടെ പോയിരിക്കാം. സോ ഫൈനലി വി ആർ ഹിയർ ഇൻ സ്വർഗം. നമ്മൾ അരഞ്ഞു തിരിഞ്ഞൊരു സമയം എത്രയായി കറി? 7:35. പഠിക്കണ്ടേ, നമുക്ക് പരീക്ഷ. ഓക്കെ, അപ്പം നമ്മൾ ബിരിയാണി, ചിക്കൻ ദം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവാം. പിന്നെ പഠിക്കാനുണ്ട് മക്കളെ. ഓക്കെ, രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു അറ്റൻഡൻസിൻ്റെ സാധനം ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, ഞാൻ കാണിച്ചത്. ഹലോ. സോ 10 മണിക്ക് നമ്മൾ വീണ്ടും രാത്രി പഠിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു സാധനം കാണിച്ചു തരാമെന്ന്, സംതിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു അറ്റൻഡൻസ്. അപ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ദിസ് വാസ് റിസൊല്യൂഷൻ. എൻ്റെ ഈ സെമസ്റ്ററിലെ ആഗ്രഹമായിരുന്നു 100% അറ്റൻഡൻസ്. ഞാൻ 100%, അതാണ് ഉണ്ടോ 365 ക്ലാസ്സസ് ഈ സെമസ്റ്ററിൽ നടന്നു. അതിൽ ഔട്ട് ഓഫ് 365 ഫുൾ മാർക്ക്. പരീക്ഷയ്ക്ക് പോലും ഫുൾ മാർക്ക് ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി. LKG-ലെങ്ങാണ്ട് പഠിച്ചപ്പോൾ 10 കിട്ടിയത് ABCDക്ക്. അതിനുശേഷം ഇതായിരുന്നു പിന്നെ 100% അറ്റൻഡൻസ്. സോ നെക്സ്റ്റ് സെമസ്റ്റർ ചിലപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ സെമസ്റ്ററിൽ ഞാൻ 100% അറ്റൻഡൻസ് കീപ്പ് ചെയ്തു. കണ്ട് പഠിക്കുക. അതുപിന്നെ ക്ലാസ്സിലുണ്ടെങ്കിലും അറ്റൻഡൻസ് കിട്ടാറില്ല. ഓക്കെ. സോ ആസ് ഐ പ്രോമിസ്ഡ് യു ഇൻ ദ മോർണിംഗ്, ഈ വ്ലോഗ് ഞാൻ വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ഒരു സെമസ്റ്റർ പോയൊന്നും അറിയത്തില്ല. ജൂൺ 11th വരെയാണ് നമ്മുടെ ഈ സെമ്മ. വളരെ പെട്ടെന്ന് പോയി ഈ പറഞ്ഞ പോലെ. സോ ഫ്രം ടുമോറോ വിൽ ബി ഹാവിങ് എന്താ പറയുന്നത്, സ്റ്റഡി ലീവ് ആയിരിക്കും 2 to 3 days. അതിനുശേഷം ഫ്രം 28th വിൽ ബി ഹാവിങ് എക്സാംസ്. സോ ഇനി എക്സാം ആണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തീർക്കണം എന്നേ ഉള്ളൂ നമുക്ക്. അങ്ങനെ ഫൈനലി വീട്ടിൽ പോകാം. റെസ്പോൺസിബിലിറ്റി ഫേസ് കുറച്ചുകൂടെ കൂടുകയാണ് അടുത്ത വർഷമൊക്കെ ആകുമ്പം. എനിവേസ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് comment if you have any doubts or anything regarding the college. If you're new to this channel, please go and subscribe. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ. ഞങ്ങൾ ഇനി വേണം പഠിച്ചു തുടങ്ങാൻ.